ഇത് ശരിക്കും ചരിത്ര നിമിഷം എന്ന് പറഞ്ഞിട്ട് പിന്നെ ചില BJP അനുകൂല ഓൺലൈൻ മാധ്യമങ്ങളുടെയൊക്കെ കാർഡുകൾ കണ്ടു. വളരെ പോസിറ്റീവായിട്ട്, വളരെ സീരിയസ് ആയിട്ട്, സർക്കാസ്റ്റിക് ആയിട്ടല്ല, ചരിത്ര നിമിഷം എന്ന് എഴുതി വെച്ചിട്ട് ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എഴുതുകയാണ്. ഇതൊരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. പക്ഷേ ചരിത്ര നിമിഷം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഹർഷൻ ഇപ്പോൾ ശരിയാവണ്ണം ചൂണ്ടിക്കാട്ടിയതുപോലെ നമ്മളൊരു ചരിത്ര നിമിഷത്തിലാണ് ഈ പറയുന്ന ഉദാഹരണം കാണിച്ചല്ലോ, അങ്ങ് ബഹിരാകാശത്തേക്ക് പോയത്. അതൊരു ചരിത്ര നിമിഷമാണ്. മറ്റത് ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എങ്കിലും അത് ചരിത്ര നിമിഷം എന്ന് പറയുന്ന പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിലുള്ള കാര്യമാണോ? ഒരിക്കലുമല്ല. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനവും ജയിലിൽ കിടക്കലും വളരെ ഒന്നിനൊന്നോട് ചേരുന്ന ഒരു കാര്യമാണ്. ഇതിപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരം നടത്തുന്ന കാലത്തും ആ കാലം മുതൽ ഇപ്പോൾ ലോകത്ത് പല ഭാഗങ്ങളിലും ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ കോസിന് വേണ്ടിയിട്ട് ജയിലിൽ കിടക്കുക, സമരം നടത്തുക, അകത്ത് പോയി കിടക്കുക, തടവ് ശിക്ഷ അനുഭവിക്കുക. ഇപ്പോൾ നെൽസൺ മണ്ടേലയൊക്കെ വർഷങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ്. ഓങ് സാൻ സ്യൂക്കി. അങ്ങനെ ജയിൽ ശിക്ഷ അനുഭവിക്കുക എന്ന പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ കാര്യവും അഭിമാനകരവുമായ കാര്യമാണ് ആ അർത്ഥത്തിൽ. ഇപ്പോൾ തന്നെ BJPയുടെ ആളുകൾ, ഇപ്പോൾ O രാജഗോപാൽ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നിട്ടില്ലേ? അത് അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം CPMൻ്റെയും BJPയുടെയും ഒക്കെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഏടുകളിലൊന്നാണ്. നമ്മുടെ നാട്ടിലെ തന്നെയും ജനാധിപത്യ നിഷേധം ഉണ്ടാകുമ്പോൾ അതിനെതിരായുള്ള സമരം എന്ന നിലക്ക് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന ആളുകളെയൊക്കെ നമ്മൾ വളരെ ബഹുമാനപൂർവ്വമാണ് കാണുന്നത്. പക്ഷേ ഇത് അതുപോലെയാണോ? ഇത് അതുപോലെയല്ല എന്ന് മാത്രമല്ല, ഇതിനകത്തൊരു ഇരട്ട നിയമലംഘനത്തിൻ്റെ ഛായയിലാണ് ഈ സുഗതൻ എന്നയാൾ ഇന്നിപ്പോൾ ഒരു ചരിത്ര സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടാക്കി ഇരട്ട നിയമലംഘനങ്ങൾ എന്ന് വെച്ചാൽ, നിയമലംഘനം സ്വാതന്ത്ര്യ സമരകാലത്ത് നിയമലംഘനം തന്നെ പോസിറ്റീവാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ എന്താണ് കാപ്പ കേസ് ഒരാൾക്ക് ചുമത്തുക? എല്ലാവർക്കും അറിയാം എന്താണ് ആവർത്തിച്ച് ഒരേ ഗൗരവതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കെതിരെയാണ് കാപ്പ കേസ് ചുമത്തുക, കാപ്പ കേസ് എടുക്കുക. അതെന്തൊക്കെയാണ്? കൊലപാതക ശ്രമം, കവർച്ച, ഗുണ്ടാപ്രവർത്തനം, മയക്കുമരുന്ന് കടത്ത്, സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരായ ഗുരുതര ആക്രമണം, ഭീഷണിപ്പെടുത്തൽ, ഇങ്ങനെയുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ആവർത്തിച്ചിടപെടുക. ഞാൻ ഈ വായിച്ചിരിക്കുന്ന ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഒരു തവണയും 2 തവണയല്ല, ആവർത്തിച്ചിടപെട്ടാലാണ്, പിന്നെ അത്തരം കാര്യങ്ങൾ ഏർപ്പെട്ടാലാണ് ഈ പ്രതിയാവുക. അത് നിസ്സാരമായിട്ട് VV രാജേഷിനോ രാജീവ് ചന്ദ്രശേഖരനോ സാധ്യമാകുന്നൊരു കാര്യമല്ല അത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം ഞാൻ പറയുന്നില്ല. ഇപ്പോൾ VV രാജേഷോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ K സുരേന്ദ്രനോ പോലുള്ള BJP നേതാക്കൾ തന്നെയും വളരെ പണിപ്പെട്ടാലേ സുഗതൻ്റെ നിലയിലേക്ക് എത്താൻ പറ്റൂ. കാരണം എന്താ വെച്ചാൽ ഇത് ആവർത്തിച്ച് ചെയ്യണം. അങ്ങനെ ഒന്നിലധികം കേസുകളിൽ നിരവധിയുള്ള 18 കേസുകൾ അങ്ങനെ ഇയാൾ പ്രതിയാണത്രേ. സഹി കെട്ടിട്ട് പോലീസ് പിടിച്ച് കൊണ്ടുപോയിട്ടു. 19 കേസിൽ ഇയാൾ പ്രതിയായപ്പോൾ സഹി കെട്ടിട്ട് കഷ്ടപ്പെട്ട് പോയിട്ട് പോലീസ് പിടിച്ച് ജയിലിൽ കൊണ്ടുപോയിട്ടിരിക്കുന്ന ഒരാളാണ്. അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള നിയമലംഘനം. എന്നാൽ അതുകൊണ്ട് തീർന്നോ? എന്തുകൊണ്ടാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ജയിലിൽ നടത്തേണ്ടുന്ന ഈ ചരിത്ര നിമിഷം ഇവർക്ക് ആഗതമായത്, ഇവർക്ക് കരസ്ഥമായത്? അതായത് 70 കൊല്ലക്കാലം ഈ സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ഇവിടെ CPM, CPI, മുസ്ലിം ലീഗ്, കോൺഗ്രസ് തുടങ്ങി മഹാരഥന്മാരുടെ പാർട്ടികൾ ഭരിച്ചു നിരവധിയായിട്ട്. ഇവർക്കാർക്കും പറ്റിയില്ല. ഒരു കോൺഗ്രസ്സുകാരനോ ഒരു CPMകാരനോ ഒരു CPIക്കാരനോ ഒരു മുസ്ലിം ലീഗുകാരനോ പറ്റാത്ത ഈ ചരിത്ര നിമിഷം ഈ സുഗതൻ എന്ന് പറയുന്ന BJPയുടെ ഈ നേതാവിന് മഹത് പദവി കൈവന്നത് എങ്ങനെയാണ്? ഒന്ന്, ഇയാൾ തുടർച്ചയായിട്ട് ഈ നിയമലംഘനം നടത്തി. രണ്ടാമത്തേത്, ഈ പാർട്ടി ഒരു ഭരണഘടനാ സംഗതി പറഞ്ഞിരിക്കുന്ന നിയമലംഘനവും നടത്തി. എങ്ങനെ? അതായത് ഇത് പറഞ്ഞാലുണ്ടല്ലോ നല്ല തമാശയാണ്. പക്ഷേ BJPക്കാർ നമ്മളെ വല്ലാതെ എന്തെങ്കിലും ഉപദ്രവിച്ച് കളഞ്ഞാലോ ചീത്ത വിളിക്കോ കമൻറ്റിൽ എഴുതുള്ളൂ എന്ന് വിചാരിച്ചാൽ ഞാൻ എൻ്റെ വാക്കുകളെ ഒരു അല്പം അത് അർഹിക്കുന്ന പരിഹാസത്തിലേക്ക് ഒന്നും കൊണ്ടുപോകാത്ത. അതായത് എല്ലാവരും ഈ രാജ്യത്ത് മുഴുവൻ ആളുകളും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എത്രയോ ജനപ്രതിനിധികൾ, എണ്ണം എടുത്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് പേര് ജനപ്രതിനിധികളായിട്ട് ഈ രാജ്യത്തെമ്പാടും ഉണ്ട്. ഈ രാജ്യം ഭരിക്കുന്ന ഇവരുടെ പാർട്ടിക്കാരാണ്. ആ പാർട്ടിയുടെ ആളുകൾ ഇവിടെ ഇല്ലാത്ത വിധം പോയിട്ട് തോന്നിയ പോലെയല്ല സത്യപ്രതിജ്ഞ ചെയ്തു. ഇതിന് ഇവരുടെ തന്നെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇവരുടെ RSSൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും, അങ്ങനെ ഇവരുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ, കാവൽ നിൽക്കുന്ന ഭരണഘടന, അവരാണ് അതിൻ്റെ ഇപ്പോഴത്തെ കാവൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി, ബഹുമാന്യനായിട്ടുള്ള രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഇവർ കാവൽ നിൽക്കുന്ന ഭരണഘടന പറഞ്ഞിരിക്കുന്നതിന് അപ്പുറത്തേക്ക് പോയിട്ട് ഇവരെല്ലാവരും കൂടെ ചാറാ കുറേ പേരൊക്കെ പറഞ്ഞിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. അങ്ങനെ അതൊരു നിയമലംഘനം. അങ്ങനെ ഇരട്ട നിയമലംഘനങ്ങൾ ഇവർ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇവർക്കിങ്ങനെ ഒരു ചരിത്ര നിമിഷം സമാഗതമായത്. ഇവർക്കൊരു സമാഗതമായത്. അതായത് സുഗതൻ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള കരിയറിൽ മുഴുവൻ VV രാജേഷ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ MLA ആയിരിക്കുന്ന V മുരളീധരനോ BB ഗോപകുമാറിനോ രാജീവ് ചന്ദ്രശേഖരനോ ഇനി അവരുടെ കരിയർ എടുത്താലും സുഗതൻ ചെയ്ത പോലെ ചെയ്യുക സാധ്യമല്ല. അപ്പോൾ സുഗതനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാരും ചേർന്നിട്ട് അങ്ങേയറ്റം ഉജ്ജ്വലമായിട്ടുള്ളൊരു ചരിത്ര നിമിഷം ഇവർക്ക് സമാഗതമാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് സമരം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടിയന്തരാവസ്ഥ സമരത്തിൻ്റെ ഭാഗമായിട്ട് ജയിലിൽ കിടന്ന രാജഗോപാലിനും ഇല്ലാത്തത്രക്ക് വലിയ
ഒരു ഗംഭീരമായിട്ടുള്ള പദവി അവരുടെ ഈ കൗൺസിലർ ആർ സുഗതന് ലഭ്യമായിരിക്കുന്നു എന്നേ പറയേണ്ടതുള്ളൂ. അങ്ങനെ കോൺഗ്രസിനും CPM-നും CPI-ക്കും മുസ്ലിം ലീഗിനും തുടങ്ങിയിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ പറയുന്ന കടന്നുപോയ 5, 6, 7 പതിറ്റാണ്ടുകളിലൊന്നും സാധിക്കാത്ത ഒരു വമ്പൻ റെക്കോർഡ് ആർ സുഗതനിലൂടെ BJP-ക്ക് സമാഗതമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ വളരെ വളരെ സത്യത്തിൽ ഇന്ന് കേരളത്തിലെമ്പാടും ഈ സമയത്തൊക്കെ പടക്കം പൊട്ടേണ്ടതാണ്. കാരണം BJP-ക്കാർ ഇങ്ങനൊരു ചരിത്ര നിമിഷം അവരുടെ കൈവശത്തിലേക്ക് എത്തിച്ചതിൽ അവരത് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കേണ്ടതാണ്. എന്തായാലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ തമാശ പറയാമെന്നല്ലാതെ അങ്ങേയറ്റം വലിയ നാണക്കേടാണ് എന്ന് BJP-ക്കാർ മനസ്സിലാക്കിയാൽ കൊള്ളാം. എനിക്ക് തോന്നുന്നു അവർ ഈ പറയുന്ന അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ജനാധിപത്യ ധ്വംസനത്തിനെതിരെയൊക്കെ രാഷ്ട്രീയ സമരം നടത്തിയ ആളുകൾ കൂടിയാണല്ലോ BJP എന്ന പാർട്ടി, ജനസംഘം അതിൻ്റെ ശ്രേണിയിലുള്ള ആളുകൾ. O രാജഗോപാലൊക്കെ പിന്നെ എന്താണ് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വലിയ ബഹുമാന്യത സമൂഹത്തിലാകെ ഉണ്ടാക്കിയ ആളാണ്. അത്തരം പ്രവർത്തകർ ഇപ്പോഴും BJP-ക്കും അവരുടെ മാതൃ സംവിധാനമായിട്ടുള്ള RSS-നും ഒക്കെ ഇപ്പോഴും നാട്ടിലുണ്ട്. വളരെ സാത്വികരായിട്ടുള്ള ആളുകൾ എല്ലാ പാർട്ടികളിലും പോലെ ആ പാർട്ടികളിലുണ്ട്. അവർക്ക് സത്യത്തിൽ ഇത് ഇങ്ങനെ ഗുണ്ടാ പ്രവർത്തനത്തിൽ ഏർപ്പെടുക, എന്നിട്ട് കാപ്പ കേസിലാവുക, എന്നിട്ട് ജയിലിൽ പോയിട്ട് ഇങ്ങനെ ഒരു നാണക്കേട് ആവേണ്ടി വരിക, ഇതൊരു ചരിത്ര നാണക്കേടാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടാകും. അവർ ഈ പറയുന്ന സംഗതികളിലേക്ക് ഇനി നിങ്ങളാരും പോകല്ലേ എന്ന് പറഞ്ഞ് ഇവരൊക്കെ തിരുത്തട്ടെ എന്ന് ആഗ്രഹിക്കാനേ നമുക്ക് പറ്റൂ. പക്ഷേ അപ്പോഴും ചില മാധ്യമങ്ങൾ ഇവരുടെ അനുകൂലികളായിട്ടുള്ള ആളുകൾ ചരിത്ര നിമിഷം ഒന്ന് അഭിമാനപൂർവ്വം എഴുതുന്നതിനെ എങ്ങനെയാണ് ഹർഷ കാണുക? എനിക്കാകെ സങ്കടവും ഇതെല്ലാം പറയുമ്പോഴൊരു സങ്കടമാണ് അവരെ ഓർത്തിട്ട്. അതായത്